നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DC മെഷീനിലെ ലാപ്പ് വൈൻഡിങ് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത്, ഡെവലപ്ഡ് വൈൻഡിങ് ഡയഗ്രം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമുക്കത് എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഡ്രോ ദ വൈൻഡിങ് ഡയഗ്രം ഓഫ് എ ഡബിൾ ലെയർ ലാപ്പ് വൈൻഡിങ് ഫോർ എ 4-pole DC മെഷീൻ വിത്ത് 16 സ്ലോട്ട്സ്. ഇപ്പോൾ 16 സ്ലോട്ട് ഉള്ള 4 പോളുള്ള ഒരു DC മെഷീന്റെ വൈൻഡിങ് ഡയഗ്രം ആണ്, അല്ലെങ്കിൽ ഡെവലപ്ഡ് വൈൻഡിങ് ഡയഗ്രം ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ ഡബിൾ ലെയർ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ലോട്ട്സ്, ഒരു സ്ലോട്ടിൽ 2 ലെയർ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ കോയിൽ സൈഡ്സ്, അതിനെ Z എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ 16 സ്ലോട്ട് ഡബിൾ ലെയർ എന്ന് പറയുമ്പോൾ 16 × 2. ഇപ്പൊ ഡബിൾ ലെയർ എന്ന് പറഞ്ഞാൽ ഒരു സ്ലോട്ടില് 2 കോയിൽസ് എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ കോയിൽ സൈഡ്സ് എന്ന് പറയുന്നത് Z = 16 × 2 32 എന്ന് നമുക്ക് പറയാം. അതുപോലെ നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് 4 പോൾസ് ആണ് ഉള്ളത്. അപ്പൊ 4 പോൾസും 32 കണ്ടക്ടേഴ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് പിച്ച് എന്ന് പറയുന്നത് ബാക്ക് പിച്ച് പ്ലസ് ഫ്രണ്ട് പിച്ച് ബൈ 2, YB + YF / 2 is equal to Z/P എന്നുള്ള ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഇക്വേഷനിൽ Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സും P എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസും ആണ്. നൗ Z എന്ന് പറയുന്നത് 32 ആൻഡ് P 4 നമുക്കറിയാം. സോ യൂസിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ YA is equal to YB + YF / 2 is equal to 32/4, that is equal to 8. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് YB + YF എന്ന് പറയുന്നത് 2 × 8 16 എന്ന് കിട്ടി. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇതിൽ വെറുതെ പറയാത്തുണ്ട്, ഓൾവേസ് യു ഹാവ് ടു ടേക്ക് ദ വൈൻഡിങ് ആസ് പ്രോഗ്രസീവ് വൈൻഡിങ്. ഇപ്പൊ 2 ടൈപ്പ് ഉണ്ട്, പ്രോഗ്രസീവ് വൈൻഡിങ്സ് ഉണ്ട്, റിട്രോഗ്രസീവ് വൈൻഡിങ്സ് ഉണ്ട്. അപ്പൊ പ്രോഗ്രസീവ് വൈൻഡിങ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്നും റിട്രോഗ്രസീവ് എന്താണെന്നുള്ള പറയാം. അപ്പം ഫോർ സിമ്പിൾ ലാപ്പ് വൈൻഡിങ് YB - YF is always is equal to 2 എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ YB + YF = 16 ഉം രണ്ടാമത്തെ ഇക്വേഷൻ YB - YF is equal to 2 എന്ന് പറഞ്ഞ് 2 ഇക്വേഷനാണ് ഉള്ളത്. ഈ 2 ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് YB-യുടെയും YF-ന്റെയും വാല്യൂ കിട്ടും. എത്രയാണ്? YB = 9 ആൻഡ് YB = 7. YF is equal to 7. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഈ YB-യുടെ വാല്യൂ എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ ബാക്ക് പിച്ച് ഈസ് ഹയർ ദെൻ ഫ്രണ്ട് പിച്ച്, ദെൻ പ്രോഗ്രസീവ് വൈൻഡിങ്സ് ആയിരിക്കും. തിരിച്ചാണ് സംഭവിക്കുന്നത്. ഫ്രണ്ട് പിച്ച് ആണ് കൂടുതൽ വലിയ വാല്യൂ, ബാക്ക് പിച്ച് കുറവാണോ എങ്കിൽ then it is a retrogressive winding. അപ്പോൾ ലേറ്റർ വീഡിയോസിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ്, എന്താണ് റിട്രോഗ്രസീവ് വൈൻഡിങ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് ഇക്വേഷൻ യൂസ് ചെയ്ത് ബാക്ക് പിച്ച് എത്രയാണ്, ഫ്രണ്ട് പിച്ച് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് വാല്യൂസ് വി ക്യാൻ ക്രിയേറ്റ് ദ വൈൻഡിങ് കണക്ഷൻ ടേബിൾ. ഇതാണ് വൈൻഡിങ് കണക്ഷൻ ടേബിൾ. സ്ലോട്ട് നമ്പർ മാർക്ക് ചെയ്യുക. എത്ര സ്ലോട്ട്സ് ആണുള്ളത്? നമുക്ക് 16 സ്ലോട്ട്സ് ആണുള്ളത്. അപ്പൊ 16 സ്ലോട്ട്സ് ഉണ്ട്. ബാക്ക് പിച്ച് ഫ്രണ്ട് പിച്ച് എത്രയാണ് നമുക്ക് കിട്ടിയ വാല്യൂസ് ചെയ്തത് 9 and 7. So we can start from here. First conductor. So 1 + 9 is equal to 10. അപ്പോൾ അടുത്തത് 10 - 7 is equal to 3. അതായത് നമുക്ക് ഒരു കോയിൽ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ കോയിൽ നമുക്ക് സപ്പോസ് ഇതാണ് ഒരു കോയിൽ സെൽ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ കോയിലിന്റെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതാണ് നമ്മുടെ ബാക്ക് പിച്ചിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത്. ദിസ് കോൾഡ് ആസ് YB. അതേപോലെ ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ then it is YF. ഓക്കെ, ഫ്രണ്ട് പിച്ചും ബാക്ക് പിച്ച്. അപ്പം മേളത്തെ എന്തോ 1 + 9 = 10, then 10 - 7 = 3. അടുത്തത് എന്തോ ഈ 3 നമ്മൾ ഇവിടെ എഴുതാം. 3 + 9 12, 12 - 7 5, again 5 + 9 14, 14 - 7 7, 7 + 9 16, 16 - 7 9, 9 + 9 18, 18 - 7 11, 11 + 9 20. ഇങ്ങനെ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. ഈ ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കി 25 + 9 എന്ന് പറഞ്ഞാൽ 34 കിട്ടി. അപ്പൊ നമുക്ക് മാക്സിമം നമ്മുടെ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് 32 ഉള്ളൂ. സോ 32-നെക്കാട്ടും കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ദെൻ എന്ത് ചെയ്യണം? അതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. 34 ആണെങ്കിൽ 34 - 32 we get 2.
അടുത്ത നമ്മളോട് 36 കിട്ടി. 36 മൈനസ് 32 4. 38 എന്ന് പറയുമ്പോൾ 38 മൈനസ് 32 6 കിട്ടി. 40 മൈനസ് 32 8 എന്ന് കിട്ടി. അതേപോലെ ഇവിടെ നമുക്ക് എന്തോ 33 ആണ് വന്നത്. അപ്പൊ 33 മൈനസ് 32 എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി. സോ വൺസ് നമുക്ക് വൈൻഡിങ് കണക്ഷൻ ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ വൃത്തിയായിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു റെഫറൻസ് ലൈൻ നമുക്ക് വളരെ വളരെ തിന്നായിട്ട് നമുക്ക് അവസാനം ഇതിനെ റബ്ബ് ചെയ്ത് കളയണം. നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ലൈനാണിത്. നമുക്ക് ആ ഒരു ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ആദ്യം നമുക്ക് 4 ലൈൻ ഇതേപോലെ വളരെ തിന്നായിട്ടുള്ള ലൈൻ വാച്ച് കളയാൻ എളുപ്പത്തിനായിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ലൈൻ വരയ്ക്കുക. ദെൻ നമുക്ക് എന്താ ഫസ്റ്റ് കണ്ടക്ടർ മാർക്ക് ചെയ്തു. അപ്പൊ 32 കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പൊ 32 ലൈൻസ് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യണം. അപ്പൊ ഡബിൾ ലെയർ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം? ഒരെണ്ണം ഡാർക്ക് ലൈനും അടുത്തത് ഡോട്ടഡ് ലൈനും ആയിരിക്കും വരയ്ക്കേണ്ടത്. കണ്ടോ? ഡാർക്ക് ലൈൻ ഫോളോഡ് ബൈ ഡോട്ടഡ് ലൈൻ. അങ്ങനെ നമുക്ക് എന്തോ ഡാർക്ക് ലൈൻ ഡോട്ടഡ് ലൈൻ ഡാർക്ക് ലൈൻ ഡോട്ടഡ് ലൈൻ എന്ന് പറഞ്ഞ് 32 കണ്ടക്ടേഴ്സ് നമ്മൾ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് എന്തോ നമ്പേഴ്സ് മാർക്ക്, കണ്ടക്ടേഴ്സിന്റെ നമ്പേഴ്സ് മാർക്ക് 1 2 3 4 5 6 അപ്പ് ടിൽ 32 വരെ നമ്മൾ മാർക്ക് ചെയ്തു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നമ്മൾ വരയ്ക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈൻഡിങ് കണക്ഷൻ ടേബിൾ നോക്കുക. നമുക്ക് എന്താ ബാക്ക് പിച്ച് 9ഉം ഫ്രണ്ട് പിച്ച് 7 ആണ് കിട്ടിയത്. അപ്പൊ ഫസ്റ്റ് കണ്ടക്ടർ എന്ന് 10th 1 പ്ലസ് 9 എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ നമുക്ക് എന്താ ഫസ്റ്റും 10th അപ്പൊ നമ്മൾ അത് കണക്ട് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റും 10th കൂടെ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒന്നാമത്തെ കണ്ടക്ട് ഡാർക്ക് ലൈൻ ആയതുകൊണ്ട് ഞാൻ ഡാർക്ക് ലൈൻ തന്നെ വരച്ചു. 10ാമത്തിലേക്ക് പോകുന്നത് ഡോട്ടർ ലൈൻ ആണ്, ഡോട്ടർ ലൈനെ വരച്ചു. അപ്പൊ ഇത് വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് 1ഉം 10ഉം നമ്മളുടെ ഡിസ്റ്റൻസ് എത്രയാന്നുള്ള മെഷർ ചെയ്യുക. അതിന് എക്സാക്ട് ഹാഫിലായിരിക്കണം ഈ സെന്റർ വരേണ്ടത്, ഓവർ ഹാങ്ങിന്റെ സെന്റർ വരേണ്ടത്. ഇനി 1 പ്ലസ് 9 10 ആയി. അടുത്തത് എന്താ 10 മൈനസ് 7 3 ആണ്. അപ്പൊ അടുത്തത് എന്താ 10ന്ന് 3ലോട്ട് നമ്മൾ മാർക്ക് ചെയ്തു. കണ്ടോ? 10ന്ന് 3ലോട്ട് മാർക്ക് ചെയ്തു. അപ്പൊ ഇത് കഴിയുമ്പോ എന്താ നമുക്ക് എന്തോ ഇത് ഒരു ഫസ്റ്റ് ലൈൻ കഴിഞ്ഞു. ഇനി അടുത്ത എന്താ തേർഡ് 3 പ്ലസ് 9 12 12 മൈനസ് 7 5. അപ്പം 3ന്ന് 12ലേക്ക് കൊടുത്തു, 12ന്ന് 5ലോട്ട് വന്നു. അപ്പൊ നോക്കിയേ ഇങ്ങനെയാണ് ലാബ് വൈൻഡിങ്, ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ദിസ് ഇസ് ദ ലാബ് വൈൻഡിങ്. ഇങ്ങനെ എന്ത് ആ ടേബിൾ നോക്കിയിട്ട് നമ്മൾ ഓരോ ഇതായിട്ട് നമ്മൾ ഫില്ല് ചെയ്യുക. അടുത്തത് ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. സി വൈൻഡിങ് കണക്ഷൻ ടേബിൾ നോക്കിയിട്ട് വരയ്ക്കാവുന്നതാണ്. സോ വൺസ് യു കംപ്ലീറ്റ്. അപ്പൊ ഇവിടെ വരുമ്പോ നോക്കിയത് ഇത് കണ്ടോ? ഇതില് നമുക്ക് എവിടെയാണ് കൊടുക്കുന്നതെന്ന് അറിയത്തില്ല അല്ലെ? അപ്പം ഇത് എവിടെ നിന്നാ വന്നിരിക്കുന്നത്? 25 എന്നാ വന്നിരിക്കുന്നത്. അപ്പൊ 25 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 34 ആണ്. 34 എന്ന് പറയുന്നത് 2ലേക്ക്. അപ്പൊ ഇതിന്റെ ബാക്കി എന്ന് പറയുന്നത് എന്തോ 2 എന്നാണ് പോകേണ്ടത്. സോ 2 എന്നായിരിക്കും നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത്. അത് നോക്കാം നമുക്ക്. വൺസ് കംപ്ലീറ്റഡ്. അപ്പൊ എല്ലാത്തിന്റെയും നമ്മൾ വരച്ചു. ഓക്കെ, എല്ലാത്തിന്റെയും നമ്മൾ വരച്ചു. അതേപോലെ ഇനിഷ്യൽ പോർഷൻസിൽ നമ്മൾ മാർക്ക് ചെയ്യാണ്. സോ വൺസ് നമ്മൾ എല്ലാ കണ്ടക്ടേഴ്സിൽ നിന്നും ലൈൻ വരച്ചു കഴിഞ്ഞാൽ ദെൻ ഫോളോഡ് ബൈ എന്താ ഈ ഓവർ ഹാങ്ങിങ് എവിടെ നിന്നാ വരുന്നതെന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ കണ്ടാ നോക്കിയാൽ ഇത് കണ്ടോ 27 നിന്ന് നമ്മൾ 4ലോട്ട് കൊടുത്തു. ഓക്കെ, 27 നിന്ന് നമുക്ക് 4ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ്. അപ്പം ഇതേപോലെ അപ്പൊ നമ്മൾ ആ വൈൻഡിങ് ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏത് ഇതിലേക്കാണ് ഈ കണക്ഷൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി നമുക്ക് മനസ്സിലാവും. ഓക്കെ, വൺസ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? ഇതിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. ഇപ്പൊ 32 കണ്ടക്ടേഴ്സ് ഉണ്ട്, 4 പോൾസ് ആണ്. അപ്പൊ 4 പോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ നോക്കിയേ. ഓക്കെ, എന്ത് ചെയ്യണം? 8 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. 8 കണ്ടക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ആദ്യത്തെ 8 കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നോർത്ത് പോൾ ആണ്. നോർത്ത് പോളിൽ കറണ്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡൗൺവേർഡ് ഡയറക്ഷൻസ് ആയിരിക്കും. സൗത്തിലാണെങ്കിൽ എപ്പോഴും കറണ്ട് അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. സോ നോർത്ത് സൗത്ത് എന്ന് മാർക്ക് ചെയ്യുക. അപ്പം 8 8 8 ആരോസും നോർത്ത് പോളിൽ എപ്പോഴും കറണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനും സൗത്തിൽ എപ്പോഴും കറണ്ട് അപ്വേർഡ് ഡയറക്ഷനും ഞാൻ മാർക്ക് ചെയ്തു. ദെൻ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് വരയ്ക്കണം. അപ്പൊ ഇത്രയാകുമ്പോൾ വൈൻഡിങ് സെറ്റപ്പ് കഴിഞ്ഞു. ഇനി എന്താ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് വരയ്ക്കണം. അതിനുവേണ്ടി ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ഓവർ ഹാങ് ഫസ്റ്റ് കണ്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ഓവർ ഹാങ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. 16 സ്ലോട്ട്സ് ഉണ്ട്. അപ്പൊ 16 ഇത് മാർക്ക് ചെയ്തു. അപ്പൊ 16 കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ട്. റൈറ്റ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഏകദേശമൊക്കെ ആയി. ഇനി നമുക്ക് ആ റെഫറൻസ് ലൈൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഓക്കെ, അടുത്തത് റെഫറൻസ് ലൈൻ ഞാൻ മാറ്റി. ഇവിടെ ഉണ്ടായിരുന്ന റെഫറൻസ് ലൈൻസ് ഞാൻ മാറ്റി.
ഇനി ഇനിയാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രഷ് മാർക്ക് ചെയ്യുക. ബ്രഷസ് എവിടെയാ മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ ഫസ്റ്റ് കമ്മ്യൂട്ടർ സെഗ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ കറണ്ട് ഫസ്റ്റ് കണ്ടക്ടറിലെ കറണ്ട് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. അതുപോലെ ഇത് വരുന്ന 8th കണ്ടക്ടറിലെ ഇതും ഡൗൺവേർഡ്. അപ്പൊ രണ്ട് കറണ്ടും ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. അപ്പൊ ഈ കമ്മ്യൂട്ടർ സെഗ്മെന്റ് ഈ പോയിന്റിൽ വരുന്ന കറണ്ട് രണ്ടും സെയിം ഡയറക്ഷനിലാണ് എങ്കിൽ നമ്മൾ അവിടെ ബ്രഷ് കണക്ട് ചെയ്യണം. ഉദാഹരണത്തിന് രണ്ടാമത്തെ കമ്മ്യൂട്ടർ സെഗ്മെന്റ് നോക്കുമ്പോൾ എന്താ, രണ്ടാമത്തെ കമ്മ്യൂട്ടർ സെഗ്മെന്റിൽ കോയിലിന്റെ ഇവിടെ കറണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനും ഇവിടെ എന്താ കറണ്ട് അപ്വേർഡ് ഡയറക്ഷനും. അപ്പം നമുക്ക് അവിടെ ബ്രഷിന്റെ ആവശ്യം ഇല്ല. അടുത്ത മൂന്നാമത്തേലാണെന്നുണ്ടെങ്കിൽ എന്താ, ഇവിടെ ഡൗൺവേർഡ് ഡയറക്ഷൻ, ഇവിടെ അപ്വേർഡ് ഡയറക്ഷൻ. സോ അവിടെയും ബ്രഷിന്റെ ആവശ്യമില്ല. തന്നെ ഇത് നോക്കുമ്പോൾ ഇതും ഡൗൺവേർഡ് ഡയറക്ഷൻ, ഇത് അപ്വേർഡ് ഡയറക്ഷൻ, അവിടെയും ബ്രഷ് ആവശ്യമില്ല. ഇവിടെ നോക്കിയേ, ഇതിൽ കറണ്ട് അപ്വേർഡ് ഡയറക്ഷൻ, ഇവിടുത്തെ കറണ്ടും അപ്വേർഡ് ഡയറക്ഷൻ. അപ്പൊ രണ്ട് കറണ്ടും സെയിം ഡയറക്ഷനിലാണ്. സോ അവിടെ നമുക്ക് എന്ത് വേണം, ഒരു ബ്രഷ് വേണം. സോ ഫിഫ്തിൽ നമുക്ക് ബ്രഷ് വേണം. സിമിലർലി നമ്മൾ ഓരോന്നും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ബ്രഷസ് നമുക്ക് കിട്ടി. ഇപ്പൊ 4 പോളുണ്ട്, 4 ബ്രഷ് ഉണ്ട്. ഇനി എന്താ, ഈ ബ്രഷസ് തമ്മിൽ കണക്ട് ചെയ്യുക. എന്താണ്, ഡൗൺവേർഡ് ഡയറക്ഷനിൽ വരുന്ന കറണ്ട്സ് എല്ലാം, ഇപ്പൊ ഇത് രണ്ടും ഡൗൺവേർഡ് ഡയറക്ഷനിലായിരുന്നു, ഇത് രണ്ടും അപ്വേർഡ് ഡയറക്ഷനിലാണ്. ഇതും അതേപോലെ ഇത് നോക്കിയാൽ ഇത് ഡൗൺവേർഡ് ഡയറക്ഷൻ, ഇതും ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പൊ ഇതും ഒന്നാമത്തെ കമ്മ്യൂട്ടർ സെഗ്മെന്റ് 9th കമ്മ്യൂട്ടർ സെഗ്മെന്റ് എന്താണ്, പോസിറ്റീവ് ബ്രഷസ് ആണ്. സോ പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തു. പോസിറ്റീവ്സ് എല്ലാം ഒരുമിച്ചാക്കി, നെഗറ്റീവ്സ് എല്ലാം ഒരുമിച്ചാക്കി. സോ നമുക്ക് കിട്ടി. സോ ദിസ് ഈസ് ദ ഡെവലപ്ഡ് വൈൻഡിങ് ഡയഗ്രാം ഓഫ് ദ 4-pole 16 slot ഡബിൾ ലെയർ ലാപ്പ് വൈൻഡിങ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് ഇവിടെ വരച്ചിരിക്കുന്നത് തന്നെ കുറച്ച് ഇതായിട്ട് വരച്ചിരിക്കുന്നത് എന്തോ, അടുത്ത റിംഗ് ഡയഗ്രാം എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ സീക്വൻസ് ഡയഗ്രാം നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ ഇത് തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കിയേ, ഇത് എങ്ങനെ ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോയില് നേരെ പോകുന്നത് 10th കോയിലാണ്. സോ 1 10. അടുത്തത് എവിടെ പോകുന്നത്, ഇത് 3 ആണ് അല്ലെ, 1 10 3. അപ്പൊ നമ്മളെ ബൈൻഡിങ് ടേബിൾ എഴുതിയത് പോലെ തന്നെ എഴുതും. നോക്കിയേ, 1 1 + 9 10 10 - 7 3 3 + 9 12 12 - 7 5 5 + 9 14. അപ്പം ആ സീക്വൻസ്, അതായത് വൈൻഡിങ് എങ്ങനെയാണോ പോകുന്നത്, അപ്പൊ ഇവിടെ നമുക്ക് വരച്ചേക്ക് നോക്കി, 1 ഇത് ഇവിടെ പോയി, ഇതിലേക്ക് വന്നു, വീണ്ടും അടുത്തതിലേക്ക് പോയി, വീണ്ടും അങ്ങനെ നമുക്ക് വരയ്ക്കാം. അതിന് വരയ്ക്കുന്നതാണ് സീക്വൻസ് ഡയഗ്രം എന്ന് പറയുന്നത്. എന്നിട്ട് ഓരോ കണ്ടക്ടറിലും കറണ്ട് ഡയറക്ഷൻ എന്താന്നുള്ളത് മാർക്ക് ചെയ്യുക. കറണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നോക്കിയാൽ കുറച്ചും കൂടെ ക്ലിയർ ആയും, രണ്ട് കറണ്ട് ഒരേ ഡയറക്ഷനിൽ വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിക്കാം. ഇവിടെ രണ്ടും ഒരേ ഡയറക്ഷനിൽ അപ്പോടെ പോകുന്ന, സോ അവിടെ ഒരു ബ്രഷ് ഉപയോഗിക്കാം. ഇവിടെ രണ്ടും ഡൗൺ ആണ്, ഇവിടെ ഒരു ബ്രഷ് ഉപയോഗിക്കാം. ഇവിടെ രണ്ടും അപ്പ് ആണ്, ഒരു ബ്രഷ് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് വരയ്ക്കുന്നത്, ഇങ്ങനെ വരയ്ക്കുന്നതിനെ നമുക്ക് എന്തോ റിംഗ് ഡയഗ്രാം അഥവാ സീക്വൻസ് ഡയഗ്രാം എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ലാപ്പ് വൈൻഡിങ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.